بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. പ്രിയമുള്ള ഇഖ്റ ഗ്രൂപ്പിലെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളൊരു പുതിയ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിന്റെ രൂപം പൂർണ്ണമായ രീതിയിൽ എങ്ങനെയായിരുന്നു എന്നതാണ് നമ്മൾ പ്രതിപാദിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തർക്കപരമായ കാര്യങ്ങൾക്കാണ് ആളുകൾ വലിയ പ്രാധാന്യം കൊടുക്കാറുള്ളത്. ഈ തർക്കപരമായ കാര്യങ്ങളിൽ പഠിക്കേണ്ടെന്നല്ല, പഠിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. കാരണം തർക്കം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങൾ നമുക്ക് ഉരുത്തിരിഞ്ഞു കിട്ടും. അതാണ് തർക്കം കൊണ്ടുള്ള ഒരു മെച്ചം. പക്ഷെ തർക്കപരമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നുക എന്ന് പറയുന്ന ഒരു തെറ്റായ പ്രവണതയാണ്. മറിച്ച് നമ്മൾ ഓരോ സംഗതിയെയും അടിസ്ഥാനപരമായി, ദീനിന്റെ ഓരോ കാര്യങ്ങളും അടിസ്ഥാനപരമായി പഠിക്കുക, മനസ്സിലാക്കുക. അഥവാ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും താബീയങ്ങളും പഠിച്ചു മനസ്സിലാക്കി ആചരിച്ച് കാണിച്ചു തന്ന രീതിയിൽ ജീവിതത്തിലെ എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളും ആരാധനാ രീതികളും ആ നിലക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷെ നിസ്കാരത്തിനൊക്കെ കാര്യത്തിൽ പലപ്പോഴും അലംഭാവപൂർണമായ നിലപാടുകളാണ് പലപ്പോഴും പല ആൾക്കാർക്ക് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ ആ വിഷയം വളരെ സവിസ്തരമായി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വിശദീകരിക്കും. അതിൽ വരുന്ന സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഒരു കൃത്യമായ, ഒരു സമഗ്രമായ ധാരണ ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മളെ ശ്രോതാക്കൾക്ക് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിസ്കാരം, വുളു എന്നൊക്കെ പറയുന്ന കാര്യത്തിലും തർക്കപരമായ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ തമ്മിലും മദ്ഹബിന്റെ സരണികൾ തമ്മിലും ഒക്കെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ വുളുവിന്റെ കാര്യമാകട്ടെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അനുഷ്ഠാന കാര്യങ്ങളാകട്ടെ, ചെറിയ ചെറിയ ഖിലാഫുകളൊക്കെ ഉണ്ട്. അത്തരം വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്ത്? അഥവാ വ്യക്തമായി വന്നിട്ടുള്ള ഹദീസുകൾക്ക് വിധേയമായി കൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം ഇൻഷാ അല്ലാഹ് ഇതിനിടയിൽ ഉണ്ടാകും. അപ്പൊ നിസ്കാരത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ്, നിസ്കാരത്തിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് വരുന്നതിന് മുമ്പ്, നിസ്കാരം സഹിയായി തീരണമെങ്കിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ശുദ്ധി വരുത്തുക എന്ന് പറയുന്നത്, തഹാറത്ത് ഉണ്ടാകുക എന്നുള്ളത്. അപ്പൊ അതിൽ നിന്നാണ് എന്റെ സംസാരം തുടങ്ങുന്നത്. തഹാറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അഥവാ വുളു, കുളി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരത്തിനാണ് ഇവിടെ ഒന്നാമത്തെ തുടക്കം കുറിക്കാൻ പോകുന്നത്. അതിനുള്ള ടെക്സ്റ്റുകളാണ് മേലെ ഞാൻ തന്നിട്ടുള്ളത്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന ആരാധനകളിൽ, ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 5 നേരം നിസ്കരിക്കുക എന്നുള്ളതാണ്. അഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. 5 നേരത്തെ സമയബന്ധിതമായി കൃത്യമായ നിലക്ക് നിസ്കാരം നിർവഹിക്കുക എന്നതാണ്, നിലനിർത്തുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ആരാധന ശരിയായി തീരണമെങ്കിൽ അതിന് കുറെ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിൽ പ്രധാനപ്പെട്ടതാണ് ശുദ്ധി ഉള്ളവനായി തീരുക എന്നുള്ളത്. അപ്പൊ ശുദ്ധിയുടെ അഥവാ തഹാറത്തിന്റെ പ്രാധാന്യം എന്ത് എന്നതാണ് ഒന്നാമത് പറയുന്നത്. അതിന് വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ അടിസ്ഥാനത്തിലും ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിലും ആ ആയത്തുകൾക്ക് അയിമത്ത് നൽകിയിട്ടുള്ള തഫ്സീറിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ കാര്യം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മാഇദയിലെ 6-ാമത്തെ ആയത്താണ് മേലെ കൊടുത്തിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈനി വഇൻ കുൻതും ജുനുബൻ ഫത്തഹറു വഇൻ കുൻതും മർദാ ഔ അലാ സഫറിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിതി ഔ ലമസ്തുമുൻ നിസാ ഫലം തജിദു മാഅൻ ഫതയമ്മമു സഈദൻ തയ്യിബൻ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദിയക്കും മിൻ മാ യുരീദുല്ലാഹു ലിയജഅല അലൈക്കും മിൻ ഹറജിൻ വലാകിൻ യുരീദു ലിയുതഹിറക്കും വലിയുതിമ്മ നിഅമതഹു അലൈക്കും ലഅല്ലക്കും തശ്കുറൂൻ. ഇനി എന്റെ അർത്ഥം പറയാം. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇല സ്വലാത്തി, ഇദാ ഖുംതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിന്നാൽ എന്നാ. ഇദാ ഖുംതും ഇല സ്വലാത്തി, നിസ്കാരത്തിനായി നിങ്ങൾ നിന്നാൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇദാ അറത്തുമുൽ ഖിയാമ ലിഅദാഇ സ്വലാത്തി എന്നാണ്. നിസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറായാൽ, അപ്പോ നിസ്കാരത്തിന് വേണ്ടി റെഡിയാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി, നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകണം. ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകണം. വഅയ്ദിയക്കും, നിങ്ങളുടെ കൈകളും കഴുകണം. ഇലൽ മറാഫിഖി, മുട്ട് ഉൾപ്പെടെ. ഇലൽ മറാഫിഖ് എന്ന് പറഞ്ഞാൽ മുട്ട് വരേന എന്ന് പറഞ്ഞാൽ മുട്ട് ഉൾപ്പെടെ. വംസഹു ബിറൂസിക്കും, നിങ്ങൾ നിങ്ങളുടെ തല തടവുകയും വേണം. പിന്നെ അർജുലക്കും ഇലൽ കഅബൈനി,
നിങ്ങളുടെ കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ നിങ്ങൾ കഴുകുകയും വേണം. ഇനി അതാണ് എന്ത് വുളു എടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് വുളു ചെയ്യാം. ഇനി വൈൻ കുന്തും ജുനുബൻ, നിങ്ങൾ ജനാപത്തുകാരനായാൽ ഫത്തഹറു, നിങ്ങൾ ശുദ്ധി വരുത്തണം. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ശുദ്ധി വരുത്തണം? കുളിച്ചിട്ട് ശുദ്ധിയാക്കണം. നേരത്തെ പറഞ്ഞത് എന്താണ്? സ്വാഭാവികമായ അശുദ്ധി അഥവാ അൽ ഹദസുൽ അസ്ഗർ എന്ന് പറയും. ചെറിയ അശുദ്ധി എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പൊ ചെറിയ അശുദ്ധി വന്നു ചെറിയ അശുദ്ധി എല്ലാവരും സ്വാഭാവികമായുള്ള അശുദ്ധിയാണെന്ത്? ചെറിയ അശുദ്ധി. അത് നീങ്ങൽ എങ്ങനെയാണ്? വുളു ചെയ്തുകൊണ്ടാണ്. വുളു ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ അശുദ്ധി നീങ്ങി നമുക്ക് നിസ്കരിക്കാനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞു എന്നാണ്. ഇനി വേറെ ഒരു അശുദ്ധി ഉണ്ട്, അതാണ് അൽ ഹദസുൽ കുബ്ര, വലിയ അശുദ്ധി എന്നാ പറയാ. അതെന്താണ്? കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ ഉണ്ടാകലാണ്. ഫഇൻ കുന്തും ജുനുബൻ, അതിലൊന്നാണെന്ത്? ജനാപത്തുകാരനാകുക. ശുക്ല സ്ഖലനം ഉണ്ടാവുക, ജിമാവ് വഴിയോ അല്ലാത്ത നിലയിലോ ശുക്ല സ്ഖലനം ഉണ്ടാകുക. ഉണ്ടായിക്കഴിഞ്ഞാൽ ഫതഹറു, നിങ്ങൾ ശുദ്ധി വരുത്തണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുളിക്കണം എന്നർത്ഥം. അതേപോലെ തന്നെ വലിയ അശുദ്ധി പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉണ്ടാവും, ആണുങ്ങളുമായി ബന്ധപ്പെട്ടതുണ്ടാവും. അതൊക്കെ ഓരോന്ന് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഇനി വഇൻ കുന്തും മർള, നിങ്ങൾ രോഗികളാണെങ്കിൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ നിങ്ങൾ യാത്രക്കാരനാണെങ്കിൽ, ഔ ജാ അഹദും മിൻകും മിനൽ ഗായിത്തി, അല്ലെങ്കിൽ നിങ്ങൾ മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ട് വന്നവരാണെങ്കിൽ, ഔ ലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീ സംസർഗം ചെയ്തവരാണെങ്കിൽ, എന്നിട്ട് ഫലം തജിദൂ മാഅൻ, നിങ്ങൾക്ക് വെള്ളം കിട്ടിയതുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ, ശുദ്ധമായ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തയമ്മം ചെയ്യണം. എങ്ങനെയാ തയമ്മം ചെയ്യേണ്ടത്? വംസഹു ബിവുജൂഹിക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖം അതുകൊണ്ട് തടവണം, വൈദ്യക്കും കൈകളും തടവണം. മിൻഹു, ആ മണ്ണിൽ നിന്ന്. മാ യുരീദുല്ലാഹു ലിയജഅല അലൈക്കും മിൻ ഹറജിൻ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. വലാകിൻ യുരീദു ലിയുതഹിറക്കും, മറിച്ച് നിങ്ങൾ ശുദ്ധിയുള്ളവരാകണം, നിങ്ങളെ ശുദ്ധിയുള്ളവരാക്കണം എന്നാണ് അല്ലാഹു തആല ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വുളു എടുക്കണമെന്നും, ചെറിയ അശുദ്ധി നീങ്ങാൻ വുളു എടുക്കണമെന്നും, വലിയ അശുദ്ധി നീങ്ങണമെങ്കിൽ നിങ്ങൾ കുളിക്കണമെന്നും, ഇനി ഈ രണ്ട് സംഗതി നിങ്ങൾക്കുണ്ടായി നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല എങ്കിൽ പകരമായി നിങ്ങൾക്ക് തയമ്മം ചെയ്യാമെന്നും ഒക്കെയുള്ള നിയമം അല്ലാഹു തആല കൊണ്ടുവന്നത് നിങ്ങൾക്ക് എളുപ്പം, ദീനിൽ എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ലിയുതഹിറക്കും വലിയുത്തിമ്മ നിഅമതഹു അലൈക്കും, അവന്റെ നിഅമത്ത് നിങ്ങൾക്ക് അവൻ പൂർത്തീകരിച്ച് തരാനും വേണ്ടിയാണ്. ലഅല്ലക്കും തശ്കുറൂൻ, അങ്ങനെ ഇതൊക്കെ ചെയ്തു തന്നാൽ ഒരുപക്ഷെ നിങ്ങൾ എന്താകാം? നന്ദിയുള്ളവരായേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. ഇനി പറഞ്ഞിട്ടുള്ള ആയത്തിന് നൽകിയിട്ടുള്ള തഫ്സീർ നമുക്കൊന്ന് വായിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ഇദാ അറത്തുമുൽ ഖിയാമ ലിഅദാഇ സ്വലാത്തി, നിങ്ങൾ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ, വകുന്തും മുഹദിഫീന ഹദസൻ അസ്ഗറ, നിങ്ങൾക്ക് അപ്പോൾ ഏതെങ്കിലും ഹദസ് അസ്ഗർ അഥവാ ചെറിയ അശുദ്ധി ഉള്ളവരായിട്ടുള്ള ഒരവസ്ഥയിലാണ് എങ്കിൽ, ചെറിയ അശുദ്ധി ഉള്ള അവസ്ഥയിലാണ് നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി തയ്യാറാകുന്നതെങ്കിൽ, അപ്പൊ നിങ്ങൾ എങ്ങനെ? ഫതവല്ലഉ, നിങ്ങൾ വുളു ചെയ്യണം. വുളു ചെയ്തുകൊണ്ട് ശുദ്ധി വരുത്തണം. അപ്പോൾ വുളു ചെയ്താൽ നീങ്ങിപ്പോകുന്ന അശുദ്ധിക്കാണ് ഹദസ് അസ്ഗർ എന്ന് പറയാം. അതെങ്ങനെയാണ്? ബി അൻ തഗ്സിലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകണം. വ തഗ്സിലു ഐദിയക്കും, നിങ്ങൾ നിങ്ങളുടെ കൈകൾ കഴുകണം. മഅ മറാഫിഖിഹ, ആ കൈ മുട്ട് ഉൾപ്പെടെ കഴുകണം. ഇലൽ മറാഫിഖി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? മഅ മറാഫിഖിഹ, ആ മുട്ട് ഉൾപ്പെടെ നിങ്ങൾ കഴുകണം. വ തമസ്സഹു ബി റൂസിക്കും, നിങ്ങൾ നിങ്ങളുടെ തല തടവുകയും വേണം. വ തഗ്സിലു അർജുലക്കും, നിങ്ങൾ നിങ്ങളുടെ കാലുകൾ കഴുകണം. മഅൽ കഅബൈനി, കഅബൈനി അഥവാ ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. വഇൻ കുന്തും മുഹദിസീന ഹദഫൻ അക്ബർ, ഇനി നിങ്ങൾ വലിയ അശുദ്ധി ഉള്ളവരായിട്ടുള്ളതാണെങ്കിലോ, മുഹദിസീന ഹദഫൻ അക്ബർ, ഹദസ് അക്ബർ ഉള്ള നിലയിലാകുന്നു എങ്കിൽ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കാരത്തിന് തയ്യാറാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഫഗ്തസിലു, അപ്പൊ നിങ്ങൾ കുളിക്കണം. വുളു ചെയ്താൽ പോരാ, കുളിക്കണം. വഇൻ കുന്തും മർള, അപ്പൊ രണ്ട് സംഗതിയാണ്. ഒന്ന്, വുളു കൊണ്ട് നീങ്ങുന്ന അശുദ്ധി, ചെറിയ അശുദ്ധി. രണ്ട്, കുളിച്ചാൽ മാത്രം നീങ്ങുന്ന അശുദ്ധി, വലിയ അശുദ്ധി. രണ്ട് തരം അശുദ്ധികളിൽ നിന്നും പൂർണ്ണമായി മുക്തമായിട്ട് വേണം എന്ത് ചെയ്യുക? നിസ്കരിക്കുക. ഇനി ഇത് രണ്ടിനും പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലോ, ഒരാൾ ചെറിയ അശുദ്ധിക്കാരനാണ് അല്ലെങ്കിൽ വലിയ അശുദ്ധിക്കാരനാണ്, വെള്ളം കിട്ടിയില്ല, ഇപ്പൊ എന്ത് ചെയ്യണം? ഫഇൻ കുന്തും മർള, നിങ്ങൾ രോഗികളായി നോക്കുക. തഖാഫൂന മിൻ സിയാദത്തിൽ മറദ്, നിങ്ങൾ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ, വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ രോഗം കൂടും. ഔ തഅഖുർ ബർഇ, അല്ലെങ്കിൽ രോഗത്തിൽ നിന്ന് നിങ്ങൾ മുക്തമാകുക എന്നുള്ളതിന്റെ സമയം കൂടും, രോഗം ശമനത്തിനുള്ള സമയം പിന്നെയും കൂടും, ദീർഘിച്ചു പോകും എന്ന് നിങ്ങൾക്ക് പേടിയുണ്ട് എങ്കിൽ, അപ്പൊ എന്ത് ചെയ്യണം? ഔ
അല്ലെങ്കിൽ കുന്തും മുസാഫിരീന ഫി ഹാലി സിഹത്തിൻ, നിങ്ങൾ നല്ല ആരോഗ്യമുള്ള ആളാണ്, പക്ഷെ യാത്രയിലാണ്, വെള്ളമൊന്നും കിട്ടുന്നില്ല, സൗകര്യങ്ങളൊന്നുമില്ല. ഔ കുന്തും മുഹദിസീന ഹദസൻ അസ്ഗറ, ഇനി നിങ്ങൾ ഹദസ് അസ്ഗർ ഉള്ള ആളുകളാണ്. എങ്ങനെ? ബിഖളാഇൽ ഹാജത്തി മസലൻ, ഉദാഹരണത്തിന് മലമൂത്ര വിസർജനം ചെയ്തു വന്നു. മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞാൽ ശുദ്ധീകരിക്കാൻ പല വഴികളുണ്ട്, വെള്ളം കൊണ്ടല്ലാതെ അല്ലാതെയും ശുദ്ധീകരിക്കാലോ. അങ്ങനെ മലമൂത്ര വിസർജനം ചെയ്യുന്നതോടുകൂടി തന്നെ അയാൾ എന്തായി? അയാൾ ഹദസ് അസ്ഗറിലായി, അഥവാ ചെറിയ അശുദ്ധിക്കാരനായി. ഔ മുഹദിസീന ഹദസൻ അക്ബർ ബി മുജാമഅത്തി നിസായി, സ്ത്രീകളുമായി ഭാര്യാഭർത്തൃ ബന്ധം നടത്തിയിട്ട് നിങ്ങൾ എന്തായി? വലിയ അശുദ്ധിക്കാരനായി. വലം തജിദു മാഅൻ, നിങ്ങൾക്ക് വെള്ളോട് കിട്ടിയതുമില്ല. ബഅദൽ ബഹ്സി അൻഹു, വെള്ളം നിങ്ങൾ തെരഞ്ഞു നോക്കി, വെള്ളം നിങ്ങൾ തെരഞ്ഞ് അന്വേഷിച്ചു, നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല. ലി തതഹറു ബിഹി, ആ വെള്ളം ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നിങ്ങൾ നടത്തി, പക്ഷേ ഫലം തജിദു, നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഫഖ്സുദു വജ്ഹൽ അർളി, നിങ്ങൾ ഭൂമിയുടെ മുഖത്തിലേക്ക് തിരിഞ്ഞുകൊള്ളുക. എന്നിട്ട് ഭൂമിയിൽ വദ്രിബൂഹു ബിഐദീകും, നിങ്ങളെ കൈകൾ കൊണ്ട് ഭൂമിയിൽ നിങ്ങൾ അടിക്കുക, അതായത് നല്ല മണ്ണിൽ നിങ്ങൾ കൈകൊണ്ട് അടിക്കുക. എന്നിട്ട് വംസഹു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖം അതുകൊണ്ട് തടവുക. വംസഹു ഐദിയക്കും മിന്നു, അതേപോലെ നിങ്ങളെ കൈകളും തടവുക, മണ്ണ് കൊണ്ട് തടവുക. അപ്പോ ഇവിടെ എന്താണിത് പറഞ്ഞത്? ഹദസ് അസ്ഗർ ഉണ്ട്, അല്ലെങ്കിൽ ഹദസ് അക്ബർ ഉണ്ട്. വെള്ളം കിട്ടിയില്ല, യാത്രക്കാരനായിട്ടോ അല്ലെങ്കിൽ രോഗിയായിട്ടോ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരാൾക്കുണ്ടായി. അയാളാണെങ്കിൽ വലിയ അശുദ്ധിക്കാരനോ ചെറിയ അശുദ്ധിക്കാരനോ ആണ് താനും. അപ്പൊ എന്താണ് പരിഹാരം? ആ പരിഹാരമാണെന്ത്? തയമ്മും ചെയ്തുകൊണ്ട് ശുദ്ധിയാവുക എന്നത്. അല്ലാഹു തആല അള്ളാഹുവിന്റെ നിയമം ഉണ്ടാക്കി നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉപദ്രവവും പ്രയാസവും ഉണ്ടാക്കണം, അങ്ങനെ ഉണ്ടാക്കി നിങ്ങളെ ബുദ്ധിമുട്ടാക്കണം എന്ന് അല്ലാഹു തആല ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഫശറഅ ലക്കും ബദീലൻ അൻഹു, അതിനുള്ള ഒരു ബദൽ പരിഹാരം എന്ന നിലയിൽ ഇന്ദ തഅദ്ദുരിഹി, വെള്ളം ഉപയോഗിക്കുന്ന വിഷയത്തിൽ ബുദ്ധിമുട്ട് വന്നു, ലി മറലിൻ, രോഗം കൊണ്ട്, ഔ ലി ഫഖദിൽ മായി, അല്ലെങ്കിൽ വെള്ളം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ പ്രയാസത്തിലായി കഴിഞ്ഞാൽ ബദലായി കൊണ്ട് അല്ലാഹു തആല നിങ്ങൾക്ക് ശരീഅത്ത് നിയമമുണ്ടാക്കി. അതാണെന്ത്? തയമ്മും ചെയ്യാന്നുള്ളത്. ഈ തമാമൻ ലി നിഅമതിഹി, എന്താ ചെയ്തത്? അള്ളാഹുവിന്റെ നിയമത്ത് നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. നിയമത്തി അലൈക്കും ലഅല്ലക്കും തശ്കുറൂന, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. നിയമത്തല്ലാഹി അലൈക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിയമത്തിൽ നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. വലാ തക്ഫുറൂനഹ, അല്ലാഹു തആല ചെയ്തു തന്നുള്ള നിയമത്തിനോട് നിങ്ങൾ നന്ദികേട് കാണിക്കാതിരിക്കാനും വേണ്ടിയാണ്. വുളൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മാഇദയിലെ 6-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തല്ല? വുളൂ ചെയ്യേണ്ട രീതി പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ ഈ ചെയ്യുന്നത് പോലെയൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങൾ മുഖം കഴുകണം. വഅയ്ദിയക്കും ഇലൽ മറാഫിഖി, കൈ മുട്ടുൾപ്പെടെ കഴുകണം. വംസഹൂ ബിറുഊസിക്കും, നിങ്ങൾ തല തടവണം. വഅർജുലക്കും ഇലൽ കഅബൈനി, കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. ഈ 4 കാര്യം മാത്രമേ എവിടെ പറഞ്ഞിട്ടുള്ളൂ? വിശുദ്ധ ഖുർആനിൽ വുളൂ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? പണ്ഡിതന്മാര് വുളൂ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി വിശദാംശങ്ങളോടുകൂടി പറയപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാണ്. അപ്പൊ പിന്നെ എവിടെന്നാ വിശദീകരണം നമുക്ക് കിട്ടേണ്ടത്? അത് ഹദീസിൽ നിന്നാണ് കിട്ടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്തിട്ടുള്ള സന്ദേശങ്ങൾ എന്തിനാ ഇറക്കി കൊടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാൻ വേണ്ടിയാണ്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ് മാ നുസില ഇലൈഹിം, ജനങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ടത് ജനങ്ങൾക്കായി താങ്കൾ വിശദീകരിച്ചു കൊടുക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണത്തിലൂടെയാണ് അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നടപ്പാക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് തൊട്ട് മേലെ ഞാൻ കൊടുത്തിട്ടുള്ള ഹദീസ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അദ്ദേഹത്തിന്റെ മൗലയായ അബാൻ, ഇമ്രാൻ ബിൻ അബാൻ എന്ന് പറയുന്ന ആള് മൗല ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുയുടെ ഒരു അടിമയാണ്, മൗലയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, റഅയ്തു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തവല്ലഅ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്നത് ഞാൻ കണ്ടു. എങ്ങനെയാ കണ്ടത്? ഫഅഫറഗ അലാ യദൈഹി സലാതൻ, കയ്യിലേക്ക് വെള്ളം ചൊരിച്ചു, എന്നിട്ട് 3 തവണ ചൊരിച്ചിട്ട് കഴുകി. സലാതൻ ഫഗസലഹുമാ,
രണ്ട് കൈയിന്റെ മുൻകൈകൾ വൃത്തിയായിട്ട് കഴുകി, 3 തവണയായിട്ട് കഴുകി. സുമ്മ തമൽമല വസ്തൻസറ, തമൽമലാനെ കൊപ്പിളിച്ചു. വസ്തൻസറ എന്ന് പറഞ്ഞാൽ മൂക്കിലേക്ക് വെള്ളം മേലോട്ട് കയറ്റിയിട്ട് ചീറ്റുക, മൂക്കിന്റെ ഉള്ളവർക്ക് പുറത്തേക്ക് തള്ളുക, അത് ചെയ്തു. സുമ്മ ഗസല വജ്ഹഹു സലാസൻ, പിന്നെ മുഖം 3 തവണ കഴുകി. വഗസല യദഹുൽ യുംന ഇലൽ മിർഫഖി സലാസൻ, കൈ മുട്ടുൾപ്പെടെ അഥവാ വലത്തെ കൈ മുട്ടുൾപ്പെടെ 3 തവണ കഴുകി. സുമ്മൽ യുസ്റ മിസ്ല ദാലിക്, പിന്നെ ഇടത്തെ കൈയും അതേപോലെ തന്നെ 3 തവണ കഴുകി. സുമ്മ മസഹ റഅസഹു, പിന്നെ അദ്ദേഹം തല തടവി. അതിലെണ്ണൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. സുമ്മ ഗസല ഖദമഹുൽ യുംന സലാസൻ, പിന്നെ വലത്തെ പാദം 3 തവണ കഴുകി. സുമ്മൽ യുസ്റ മിസ്ല ദാലിക്, പിന്നെ ഇടത്തെ പാദം അതേപോലെ തന്നെ 3 തവണ കഴുകി. സുമ്മ ഖാല, പിന്നെ പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവല്ലഅ മിസ്ല വുദൂഇ ഹാദാ, ഞാൻ ഈ വുദൂ ചെയ്ത് കാണിച്ചത് പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദൂ ചെയ്യുന്നതായി ഞാൻ കണ്ടത്. സുമ്മ ഖാല, പിന്നെ അദ്ദേഹം പറഞ്ഞു, മൻ തവല്ലഅ മിസ്ല വുദൂഇ ഹാദാ, ഞാൻ ഈ വുദൂ ചെയ്തതുപോലെ ആരെങ്കിലും വുദൂ ചെയ്താൽ. സുമ്മ സല്ലാ റകഅത്തൈനി, പിന്നെ വുദൂവിന്റെ സുന്നത്തായിക്കൊണ്ട് 2 റകഅത്ത് ഒരാൾ നിസ്കരിക്കുകയും ചെയ്താൽ, ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു, ആ 2 റകഅത്തിൽ അയാൾ എന്ത് ചെയ്യുന്നില്ല, ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു എന്ന് പറഞ്ഞാൽ അതിന് പണ്ഡിതന്മാര് പറഞ്ഞത് ഇഖ്ലാസോടുകൂടി ഖുശൂഅോടുകൂടി തുമഅനീനത്തോടുകൂടി നിസ്കരിക്കാന്നാണ്. അങ്ങനെ നിസ്കരിച്ചാൽ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാൾക്ക് കഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദൂ ചെയ്തതുപോലെ വുദൂ ചെയ്തുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന രീതി, അതാണ് ഹദീസിലൂടെ നമുക്ക് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ ഒന്നും കൂടി വിപുലമായിട്ട് മനസ്സിലാകുന്നത്. അപ്പൊ വുദൂ എന്ന് പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകക്ക് വിധേയമായി കൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് ചെയ്ത് കാണിച്ച രീതിയും ഹദീസിൽ വന്നിട്ടുള്ളതും നമ്മൾ കണ്ടു. ഇനി ഇങ്ങനെ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാര് ഈ വിഷയത്തിന്റെ കൈഫിയത്ത് ചർച്ച ചെയ്യുക. അങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വാചകമാണ് മുകളിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വയുടെ ഒരു ഭാഗമാണ്. അദ്ദേഹം സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു. ലോകത്ത് ഇന്ന് അറിയപ്പെടുന്ന ആധുനികന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ ആലിമീങ്ങൾ ഒരാളാണ് ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്നു, അന്നബിയു തവല്ലാ മറത്തൻ. ഇത് എങ്ങനെയായിരുന്നു റസൂലുള്ളാഹിന്റെ വുദൂ എന്നതിന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള മറുപടിയാണ് കേട്ടോ. അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം തവല്ലാ മറത്തൻ, പിന്നെ മറത്തൈനി വസലാത്തൻ, ഇങ്ങനെയൊക്കെ നബി വുദൂ ചെയ്തിട്ടുണ്ട്. ഓരോ തവണ ഓസിലു ഉജുവെക്കുന്ന മുഖം കഴുകാൻ തന്നെ 1 തവണ കഴുകുക. 1 തവണ കഴുകിയാൽ എന്തായി? ഫർള് നിർബന്ധ ബാധ്യത കഴിഞ്ഞു. 2ാമത്തെ എന്താണ്? സുന്നത്താണ്. 3ാമത്തെ എന്താണ്? അതിന്റെ പൂർണ്ണ രൂപമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം. 1 പ്രാവശ്യം ചെയ്യാം, 2 പ്രാവശ്യം ചെയ്യാം, 3 പ്രാവശ്യം ചെയ്യാം. ഫൽ വുദൂ ശർത്തുൻ ലിസ്സലാത്ത്, വുദൂ ഉണ്ടാകുക എന്നുള്ളത് നിസ്കാരം സാധുവാകാനുള്ള നിബന്ധനയാണ്, ശർത്താണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ് സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറുഉസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ എന്ന് സൂറത്ത് മാഇദയിലെ 6ാമത്തെ ആയത്ത്. നേരത്തെ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നില്ല. അപ്പൊ ഒരു തെളിവ് അതാണ്. 2ാമത്തെ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹദീസ് സഹീഹ്, അല്ലാഹുവിന്റെ റസൂൽ ഒരു സഹീഹായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തഹൂരിൻ വലാ സദഖത്തുൻ മിൻ ഗുലൂലിൻ, തഹൂർ ഇല്ലാതെ ശുദ്ധിയില്ലാത്തവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല. ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തഹൂരിൻ വലാ സദഖത്തുൻ, സദഖയും സ്വീകരിക്കപ്പെടില്ല. മിൻ ഗുലൂലിൻ, വഞ്ചനയിലൂടെയോ അല്ലെങ്കിൽ അഹിതമായോ സമ്പാദിച്ചുണ്ടാക്കിയിട്ടുള്ളതിൽ നിന്ന് ഒരാൾ സദഖ ചെയ്തിട്ട് കാര്യമില്ല. നല്ലതെന്നാണ് സദഖ ചെയ്യേണ്ടത്. അപ്പൊ 2 കൂടി കൂട്ടി പറഞ്ഞു. ശുദ്ധി വേണം, ശുദ്ധി ഉണ്ടായെങ്കിൽ നിസ്കാരം സ്വീകരിക്കും. അപ്പൊ ശുദ്ധിയുടെ ഒരു ഭാഗമാണെന്ത്? ചെറിയ അശുദ്ധി നീങ്ങണമെങ്കിൽ വുദൂ വേണം, വലിയ അശുദ്ധി നീങ്ങണമെങ്കിൽ കുളി വേണം. പിന്നെ വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, റസൂൽ പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാത്തു അഹദിക്കും ഇദാ അഹ്ദസ ഹത്താ യതവല്ല, ഒരാൾക്ക് ചെറിയ അശുദ്ധി ഉണ്ടായി, അതായത് നിസ്കാരത്തിന്റെ ഇടയിലോ മറ്റോ ഉണ്ടായാലും മതി, അങ്ങനെ ഹദത്ത് ഉണ്ടാകുക, വുദൂ മുറിഞ്ഞു പോകുന്നൊരു സംഗതി ഉണ്ടായാൽ പിന്നെ ഹത്താ യതവല്ല, വുദൂ ചെയ്യുന്നത് വരേക്കും അയാൾ നിസ്കാരം ചെയ്യില്ല, സ്വീകരിക്കപ്പെടുകയില്ല. ഫൽ വുദൂഉ ശർത്തുൻ ലിസ്സലാത്തി, വുദൂ എടുക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ശർത്താണ്. ലാ ബുദ്ദ മിൻഹു, അത് കൂടാതെ കഴിയുകയില്ല, അനിവാര്യമാണ്. വഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ കൽ ആതി, താഴെ പറയുന്ന പ്രകാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്തത്.
യഗ്സിലു യദൈഹി സലാസ മർറാത്ത്. ആദ്യം തന്നെ മുൻകൈ 3 തവണയായിട്ട് കഴുകും. അവലമായി യബ്ദഉ വയുസമ്മില്ലാഹ്. തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. സുമ്മ യതമൽമൽ. പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കും. വയസ്തൻശിഖു വയസ്തൻഫിറു. മൂക്കിലേക്ക് വെള്ളം കയറ്റിയിട്ട് പുറമെ തള്ളും, ചീറ്റിക്കളയും. സുമ്മ യഗ്സിലു വജ്ഹു. പിന്നെ എന്ത് ചെയ്യും? മുഖം കഴുകും. സുമ്മ യഗ്സിലു ദിറാഇഹി മഅൽ മിർഫഖൈനി. പിന്നെ മുട്ടുൾപ്പെടെ കൈകൾ കഴുകും. സുമ്മ യംസഹു റഅസഹു മഅൽ ഉദ്നൈൻ. പിന്നെ തല തടകും ചെവിയോട് കൂടി. ചെവിയും തലയും വേറെ ആക്കുന്നില്ല. തല തടവുകയും തല തടവുന്നതോടൊപ്പം തന്നെ ചെവിയും കൂടി തടവുക. രണ്ടും തടവലാണ്. സുമ്മ യഗ്സിലു റിജ്ലൈഹി മഅൽ കഅബൈനി. പിന്നെ അവസാനമായിട്ട് കാല് കഴുകും, ഞെരിയാണി ഉൾപ്പെടെ. വഹാദാ ഹുവ വുളൂഉഹു അലൈഹി സ്വലാത്തു വസ്സലാം. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂഇന്റെ രീതി. അപ്പൊ വുളൂവിനെ സംബന്ധിച്ചുള്ള സംക്ഷിപ്തമായ ഒരു വിവരണം ഖുർആന്റെയും ഹദീസിന്റെയും പണ്ഡിതന്മാരുടെ ഫത്വകളുടെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ പറഞ്ഞത്. ഇനിയിപ്പോ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പല മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ പല രീതികളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരായ ആളുകൾക്ക് പാരമ്പര്യമായി ശീലിച്ചു വന്നിട്ടുള്ള രീതി അനുസരിച്ച് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരുപക്ഷെ എന്തുണ്ടാവും? സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചിട്ട് അത് സംശയ നിവാരണം വരുത്തിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇതിന്റെ അടുത്ത പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ ഓരോ കാര്യവും പറഞ്ഞു തീർത്തതിന് ശേഷം മുന്നോട്ട് പോവുക. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് തീർത്തും ഒരു ഇൽമിയായ ചർച്ച മാത്രമാണ്. ഇതൊരു തർക്കത്തിന് വഴിയാക്കാൻ പാടില്ല. തർക്കിക്കണെ കൊണ്ട് വിരോധമല്ല. തർക്കിക്കാൻ മാത്രം ജീവിക്കുന്നവരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യട്ടോ. അവനവന്റെ പാരമ്പര്യമേ ശരിയാവും, അതിനപ്പുറത്തൊന്നും ശരിയാവില്ല എന്ന് വിചാരിച്ച കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആന്, ഹദീസ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം അനുസരിച്ച് വന്നിട്ടുള്ള ഉലമാക്കന്മാര് ആ പാരമ്പര്യത്തിന് വിധേയമായിട്ടുള്ള പറഞ്ഞത്, അത് ആണ് നമുക്ക് പ്രമാണമായിട്ട് സ്വീകാര്യമായിട്ടുള്ളത്. അതിന് വിധേയമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതും ഇനി പറയാൻ പോകുന്നതും. അതുകൊണ്ട് ഇത് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ചോദിക്കാം. അത് മറുപടിയൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കലായിരിക്കും നല്ലത്. അതിനുള്ള അറേഞ്ച്മെന്റുകൾ നമ്മുടെ അഡ്മിന്മാർ വേണ്ട വിധം കൈകാര്യം ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും അത് പ്രയോഗവൽക്കരിക്കുകയും അങ്ങനെ ദുനിയാവും ആഖിറവും വിജയിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.